ഇനി വണ്ടി മുമ്പോട്ട് പോകണമെങ്കിൽ എനിക്കൊരു കാര്യം അറിയണം. 2 ദിവസം ശരിക്കും സൂചിച്ചില്ലേ ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചു തന്നു. എന്താണെന്നറിയോ, കൊച്ചച്ഛന് നിങ്ങളെ അത്രയ്ക്ക് ഇഷ്ടമാ. അപ്പോ നമ്മളിപ്പോ വീട്ടിൽ ചെന്നാ എവിടെ പോയെന്ന് ചോദിച്ചാൽ എന്ത് പറയും? നല്ല പാർട്ടിയാ ഞാൻ കൊണ്ടുപോയത്. വീട്ടിൽ ചെന്നോണ്ട് അപ്പൂപ്പനോട് നമ്മൾ കാർ റേസിനല്ല പോയതെന്ന് പറയണം. നല്ല ഭാവിയുണ്ട്. എടാ, നമ്മൾ ഒരിടത്തും പോയില്ല. നമ്മൾ ഫാം ഹൗസിൽ തന്നെ ഉണ്ടായിരുന്നു. മനസ്സിലായില്ലേ? എന്ത് മനസ്സിലായി? അത്രേ ഉള്ളൂ. എന്താണോ? എല്ലാം പോയി. എന്റെ വണ്ടികളൊക്കെ അടിച്ചു പൊളിച്ചു. എന്റെ കുതിരകളൊക്കെ അവർ കൊണ്ടുപോയി. ആരെ? ആ കൗണ്ടർ. അയാളോട് എതിരായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല. ദേഷ്യം മുഴുവൻ പ്രിൻസിനോടാ. അയാളും ആളുകൾ ഇപ്പൊ ഇവിടെ എത്തും. നാളെ എനിക്ക് ഇത്രയും നാളെ മൈസൂരിനാണെന്ന് പറഞ്ഞ് കത്തി വെച്ചിറക്കാൻ വണ്ടിക്കത് വേണ്ട പ്രിൻസേ. അവൻ എന്തും ചെയ്യാൻ മടിക്കാത്ത. ഞാനും എന്തും ചെയ്യാൻ മടിക്കാത്തവനാ. അവൻ ഇങ്ങോട്ട് വരുന്നത് നമുക്ക് അങ്ങോട്ട് പോയി കാണാം. വാ. ನಿನ್ನ ಗೌಡ ಗೌಡ ಅಲ್ಲ ಗೌಡರು. ಏಯ್, ಇವನ ಕೈಲಿ ಇಲ್ಲಿ ಕಲ್ಸ. ಯಾಕೋ ಇವ್ರ ಕುದುರೆ ಗಾಡಿಗೆ ಬೆಂಕಿಟ್ಟೆ? നിനക്കിഷ്ടമുള്ള കുതിരയും വണ്ടിയും പോയി എടുത്തോടോ. പോയി എടുക്കണോ?
ಗೌಡ പബ്ലിക് റോഡ് റേസ് ട്രാക്ക് ആക്കാനുള്ള അധികാരം നിനക്ക് ആരാ തന്നത്? ആനയ്ക്ക് അതിന്റെ വലിപ്പം അറിഞ്ഞൂടെന്ന് പറഞ്ഞ പോലെയാ ഇവന്റെ കാര്യം. ഈ കേസും ജാമ്യക്ക് ഇത് എത്രാമത്തെ ആളാ? നിന്റെ കയ്യിൽ ഒരു കെട്ട് ബിരുദങ്ങളില്ലേ? അതിൽ ഒന്നിന്റെ വിലയെങ്കിലും നീ ഒന്ന് കാണിക്കും. നീ ഇനി എന്നാടാ നന്നാകുന്നത്? മൂക്കിപ്പല്ലി മുളച്ചിട്ടോ അതോ അച്ഛനെ അമ്മയെ ആദ്യം പിടിപ്പിച്ച് കൊന്നിട്ടോ? കടിച്ചു കീറാനൊന്നും വരണ്ട. ഗുണ്ടായസത്തെ ഗുണ്ടായസം കൊണ്ട് നേരിടാനാ ഞാൻ പഠിച്ചിട്ടുണ്ട്. നീ ആരാ? മൈസൂർ രാജാവിന്റെ മോനോ അതോ ബാംഗ്ലൂർ ദാതയോ? ഞാൻ ദാതയോ ഗോതയൊന്നുമല്ല. പിന്നെ ഭരതൻ മേനോന് 3 മക്കളാ, 2 പെണ്ണും 1 ആണും. ഞാൻ പറയുന്നതല്ല, നാട്ടുകാർ പറയുന്ന. അല്ല, എങ്ങോട്ടാണാവോ? സ്വീകരണം സംഘടിപ്പിക്കാൻ പോവായിരിക്കും. മറ്റവൻ നാളെ ജയിലിൽ നിന്ന് ഇറങ്ങിയല്ലേ.